മുടിയനായ പുത്രൻ തൻ്റെ പിതാവിൽ നകന്ന തൻ്റെ സുഖസൗകര്യങ്ങളെല്ലാം അന്വേഷിച്ച് തനിക്ക് കിട്ടേണ്ട പോഷനുമായിട്ട് പോയി അവനോടിൽ എവിടെ ചെന്ന് നിന്നെ പന്നിക്കൂട്ടത്തിന് നടുവിലല്ലേ അവൻ അവിടെ വെച്ച് തീരുമാനിക്കും ഞാൻ എൻ്റെ പിതാവിലേക്ക് മടങ്ങിപ്പോകും എന്ന് പറയുമ്പോഴേ ഇപ്പോഴവൻ്റെ മുമ്പിൽ എന്തായിരുന്നു? പന്നി. തിരിഞ്ഞു പോകുമ്പോൾ ആരാ ഉള്ളത്? പിതാവ്. ദൈവമക്കളെ, ഇന്ന് യുവതലമുറയൊക്കെ മനസ്സിലാക്കേണ്ട ഒരു സത്യമാണിത്. നമ്മൾ ദൈവത്തിൽ നകന്ന് നമ്മുടെ സ്വന്തം വഴികളിലേക്ക് പോയി നമ്മൾ ചെന്ന് അവസാനിക്കുന്നത് പന്നിയുടെ മുമ്പിലായിരിക്കും, അല്ലെങ്കിൽ അതുപോലുള്ള പന്നിക്കൂട്ടത്തിന് മുമ്പിലായിരിക്കും. എന്നാൽ ദൈവത്തെങ്കിലേക്ക് തിരിയുമെങ്കിൽ നമ്മളെ സ്നേഹത്തോടെ കാത്തിരിക്കുന്ന, സന്തോഷത്തോടെ സ്വീകരിക്കുന്ന ഒരു പിതാവ് നമുക്കുണ്ടെന്നുള്ള കാര്യം പൗലോസിനെ കുറിച്ച് ഒരു വാക്ക് പറഞ്ഞോട്ടെ. താനും വളരെ അധികം ഒരു ജൂവിഷ് ഭക്തനായിട്ട് തൻ്റെ മതത്തിനു വേണ്ടി എന്ത് ത്യാഗം സഹിക്കാനും സ്ത്രീകളെയും പുരുഷന്മാരെയൊക്കെ വലിച്ച് ഇഴച്ച് കൊലയും ഭീഷണിയും നിശ്വസിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ. ക്രിസ്തുമാർഗവും ക്രിസ്തുവും തെറ്റാണ്, തെറ്റായ ഉപദേശമാണ്, ഇതിനെ പോകുന്നവരെ കൊന്നുകളയണമെന്ന് തീരുമാനിച്ച മനുഷ്യൻ കർത്താവിൻ്റെ സന്ദർശനം ഉണ്ടായപ്പോൾ അവന് യൂട്ടേൺ എടുക്കുന്നതായിരുന്നല്ലേ. തൻ്റെ ആശയങ്ങൾക്ക് വ്യത്യാസം വന്നു, തൻ്റെ കാഴ്ചപ്പാടുകൾ മാറി, തൻ്റെ മനസ്സിൽ വച്ചിരുന്ന എല്ലാ ചിന്താഗതികൾക്കും മാറ്റം വന്നു. പൂർണ്ണമായിട്ട് കർത്താവിനെ പിൻപറ്റുന്ന ഒരു വ്യക്തിയായി തീർന്നു. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട അപ്പോസ്തലനായി താൻ പിന്നീട് മാറി. നമ്മൾ വിചാരിക്കും എനിക്കെന്തുവാ മാനസാന്തരത്തിന് കുറവ്. അല്ല, നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കണം, ദൈവവചനത്തോട് നമ്മൾ പ്രതികരിക്കണം. നമ്മൾ കേട്ടതുപോലെ ആത്മീയ പക്വതയിലേക്ക്, പരിജ്ഞാന പൂർത്തിയിലേക്ക് വളരുവാൻ നമുക്ക് ഏറ്റവും ആവശ്യമായ അടിസ്ഥാനമായ കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ മാനസാന്തരം. ദിനംതോറും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണം. ചിലർക്ക് പറയാനുണ്ടോ ഇനി കുറച്ചാളോടൊക്കെ കഴിയട്ടെ, ഇപ്പോൾ എനിക്ക് ആരോഗ്യമൊക്കെ ഉണ്ട്, ഇപ്പം ഞാൻ ഇങ്ങനെ സന്തോഷിച്ചൊക്കെ ജീവിക്കുക, ഐ വിൽ ഡു ഇറ്റ് ലേറ്റർ എന്ന് പറയുന്നവരുണ്ടല്ലേ. പൗലോസിനെ കുറിച്ച് കേട്ടപ്പോൾ ഈ സുവിശേഷത്തെ കേൾക്കാൻ ഫെലിക്സ് എന്ന് പറയുന്ന രാജാവിന്, ഗവർണർക്ക് വലിയ താല്പര്യം വന്നു. അദ്ദേഹം വിളിച്ചു, എന്നാൽ പൗലോസ് നീതി, ഇന്ദ്രജയം, വരുവാനുള്ള ന്യായവിധി എന്നെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഫെലിക്സിന് ആകെ പേടിയായി. അയ്യോ, ഇതൊന്നും നമുക്ക് പറ്റത്തില്ല, ഇപ്പം പറ്റത്തില്ല, നീ ഇപ്പം പോ, പിന്നെ ഞങ്ങൾ വിളിക്കാം അല്ലേ. ഇന്ന് പലരും വിചാരിച്ചിരിക്കുന്നത് ഇപ്പം കുറച്ചാളൊക്കെ ഇങ്ങനെ പോട്ടെ, ഇപ്പം ആരോഗ്യമൊക്കെ ഉണ്ട്, ശരിയായ മാനസാന്തരമൊക്കെ ഇച്ചിരൂടെ പ്രായമായിട്ട് വരാം. അങ്ങനെയല്ല ദൈവമക്കളെ. പൗലോസ് പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭം. മാത്രമല്ല ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. താനൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത്, ഞാനല്ല, അതാണ് മാനസാന്തരം. ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു പറയുന്നതാണ് വിശ്വാസം. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ പറയാൻ കഴിയും, കർത്താവേ ഞാനല്ല, ഞാനെന്ന വ്യക്തിയല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു എന്ന് പറയുന്ന കൊണ്ട് സാധിക്കും. സക്കായിയെ നോക്കിയിട്ട് കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട്, സക്കായിയെ ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്നോടുകൂടെ ഇന്ന് നമ്മളോട് ദൈവത്തിൻ്റെ വചനം പറഞ്ഞതാണ്. നമ്മൾ ഒത്തിരി ഓടി അധ്വാനിച്ച് നിൽക്കുമ്പോഴും ദൈവവചനം പറയുന്നു, നീ ഒന്ന് ഇറങ്ങി വാ, മാനസാന്തരപ്പെട്ടു വാ, ശരിയായ ജീവിതത്തിലേക്ക് വാ.